സർ, ഈ കർക്കിടക ചികിത്സയിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? നമ്മൾ എങ്ങനെയാണ് ഈ ഓരോ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും നിർദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ എത്ര ദിവസം വേണം ഈ കർക്കിടക ചികിത്സ ചെയ്ത് തീർക്കണം എന്ന് വെച്ചാൽ? സാധാരണ ആയുർബദാനിയിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയും പ്രകൃതിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചികിത്സകൾ നമ്മൾ നിശ്ചയിക്കുക. ഒരു ഡീറ്റെയിൽ കൺസൾട്ടേഷൻ കഴിയും. അപ്പം രോഗമുള്ള ആൾക്കാർക്കാണെങ്കിൽ 14-21 ദിവസങ്ങൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് ചികിത്സകൾ എടുക്കാനായിട്ട്. രോഗമില്ലാത്ത ആൾക്കാർക്ക് 7-14 ദിവസങ്ങൾ വരെ നമുക്ക് ചികിത്സകൾ കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് സാർ നമ്മൾ ഇതിൽ ചെയ്യുക? ട്രീറ്റ്മെന്റുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് പൊതുവെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഭ്യംഗം, അതായത് നമ്മളുടെ ശരീരത്തിലെ എണ്ണ തേക്കുക. അത് ഈ പറയുന്ന മാതിരി പ്രകൃതിക്ക് അനുസരിച്ചോ രോഗത്തിനനുസരിച്ചിട്ടോ ഉള്ള നിർദ്ദേശിച്ചിട്ടുള്ള എണ്ണകൾ ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ സ്വേദന പ്രക്രിയകളാണ്, പലതരത്തിലുള്ള സ്വേദനങ്ങളുണ്ട്. കിഴികളുണ്ട്, സ്റ്റീം ബാത്ത്, ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റീം ബാത്ത് ഉണ്ട്, പിഴിച്ചിൽ എണ്ണ ചൂടാക്കി ഒഴിക്കുന്നത്, കൂടാതെ നമുക്ക് ശിരോധാര പോലുള്ള ട്രീറ്റ്മെന്റുകൾ, അത് നമുക്ക് തലയിലേക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് കൂടുതലും മനസ്സിന് ഒരു ഉണർവേകാനും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് വരുന്നത്.